ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ അഭിഭാഷകരുടെ അതിജീവനത്തിനായുള്ള സമരം രണ്ടാം ദിവസം. ഏറ്റുമാനൂർ കോടതിയിൽ നിന്നും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനെ ഒഴിവാക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഏറ്റുമാനൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതിയിലെ അഭിഭാഷകർ റിലേ സത്യാഗ്രഹം നടത്തുന്നത്. ഏറ്റുമാനൂർ കോടതിയിൽ നിന്നും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനെ ഒഴിവാക്കുന്ന നീക്കത്തിനെതിരെ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ ഒന്നടങ്കം അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. ബുധനാഴ്ച മുതലാണ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതിക്ക് മുന്നിൽ ഉപവാസ സമരം ആരംഭിച്ചത്. അഭിഭാഷകരുടെ പ്രതിഷേധ പ്രകടനവും നടന്നിരുന്നു. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി കോടതി പ്രവർത്തനത്തിന്റെ ഭാഗമായി അദാലത്ത്, മീഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അഭിഭാഷകർ സഹകരിക്കുന്നില്ല. സമരത്തിന്റെ ആദ്യ ദിനം കോടതി ബഹിഷ്കരണം ഉൾപ്പെടെ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ നടന്നു. ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ വിഷയം സംബന്ധിച്ച് റിട്ട് പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകി. ഏറ്റുമാനൂർ കോടതിയുടെ അവിഭാജ്യ ഘടകമായ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഏറ്റുമാനൂർ കോടതിയിൽ നിന്നും നീക്കുന്നതിനുള്ള അധികാരികളുടെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ തുടങ്ങി വച്ചിട്ടുള്ള സമരം ഇന്ന് രണ്ടാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റുമാനൂർ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഏറ്റുമാനൂർ കോടതികളിൽ നിന്നും മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള 160ഓളം അഭിഭാഷകരുടെയും ആയതുപോലെ 60ഓളം ക്ലർക്കുമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ കഠിനമായ രീതിയിൽ ബാധിക്കുന്നതാണ്. ഈ കാരണത്താൽ ഞങ്ങൾ ഇന്നേ ദിവസം സമരത്തിൻ്റെ ഭാവം മാറി അനിശ്ചിത കാലത്തേക്ക് സമര നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം കോടതിയിലേക്ക് മാറ്റിയാൽ ഏറ്റുമാനൂർ കോടതിയിലെ 160 അഭിഭാഷകരുടെയും 60 ക്ലർക്കുമാരുടെയും കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. കൂടാതെ കോടതിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളെയും ബാധിക്കുമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം മൊബൈൽ കോടതിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏറ്റുമാനൂർ ബാറിലെ അഭിഭാഷകരെ ഇന്ന് സമരത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റുമാനൂർ ബാറിലെ അഭിഭാഷകരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് നിലവിലുള്ള കേസുകളിൽ 50% കേസുകൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം മൊബൈൽ കോടതിയിലോട്ട് മാറ്റിയാൽ ഇവിടുത്തെ 180ഓളം വരുന്ന അഭിഭാഷകർ, ഏതാണ്ട് 60ഓളം വരുന്ന ക്ലർക്കുമാർ, അവരുടെയൊക്കെ ജീവിതമാർഗത്തിന് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അതിരമ്പുഴ പഞ്ചായത്ത്, ആർപ്പൂക്കര പഞ്ചായത്ത്, നീണ്ടൂർ പഞ്ചായത്തിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് 1-2 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കോടതിയിലെത്താൻ സാധിക്കും. പക്ഷേ കോട്ടയത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവർ 8-10 കിലോമീറ്റർ യാത്ര ചെയ്ത് കോട്ടയം കോടതിയിൽ പോയി ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിനേരെ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒന്നാം ഘട്ടം വന്ന നിലയിൽ ഞങ്ങൾ ഇന്നലെ കോടതി ബഹിഷ്കരിച്ച് സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. റിട്ട് പെറ്റീഷൻ ഇന്ന് കോടതിയിൽ ഹിയറിംഗിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ അഭിഭാഷകരുടെ അതിജീവനത്തിന്റെ സമരമാണ് ഏറ്റുമാനൂർ കോടതിക്ക് മുന്നിൽ നടക്കുന്നത്. ബാർ അസോസിയേഷൻ ഭാരവാഹികളായ സിബി വെട്ടൂർ, KR മനോജ് കുമാർ, അഡ്വക്കേറ്റ് ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ്, അഡ്വക്കേറ്റ് ജെസിമോൾ ഉൾപ്പെടെയുള്ള അഭിഭാഷകരും ക്ലർക്കുമാരും സമരത്തിൽ പങ്കാളികളായി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.